ഏത് പോയിന്റിലായിരിക്കും ഇതിന്റെ മാക്സിമം അറ്റൈൻ ചെയ്യുക? മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് ഈ ഫിഗർ കണ്ടാൽ അറിയാം. ഈ പോയിന്റിലാണ് ഇതിന്റെ മാക്സിമം. ഞാനതിനെ സി അപ്പർ സ്റ്റാർ കൊടുക്കും. അപ്പോ ഇതിന്റെ so this is f of c star അല്ലെങ്കിൽ this is the supremum of this f. ഓക്കെ, ഇതിന്റെ മിനിമം എവിടെയായിരിക്കും? യെസ്, എയിലാണ് ഇതിന്റെ മിനിമം. This is f of, ഓക്കെ, ഞാൻ അതിനെ c lower star. So this is infinite. ഓക്കെ, ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു നമ്പർ എടുക്കുക, നമ്പർ k. ഓക്കെ, നിങ്ങൾ ഈ കെയിൽ കൂടെ ഒരു ലൈൻ പാരലായിട്ട് വരച്ച് നോക്കാം, പാരലൽ ടു ദിസ് എക്സ് ആക്സിസ്. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ ആ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ അതിന്റെ ഇടയ്ക്കൊന്നും ബ്രേക്ക് ഒന്നും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് പോവാ. അപ്പം ഈ പോയിന്റ് കെ എന്ന് പറയുന്ന പോയിന്റ് ഒരു നമ്പർ, ഇറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ ദി സുപ്രീമം ആൻഡ് ഇൻഫിമം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങൾ എന്നിട്ട് ആ കെയിൽ കൂടെ നിങ്ങൾ ത്രൂ ഔട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ ലൈൻ നിങ്ങൾ നോക്കുക, ഈ ഏതൊക്കെ സ്ഥലത്ത് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട് നോക്കുക ഈ ഗ്രാഫ്. ഓക്കെ, പല സ്ഥലങ്ങളിൽ ഇത് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ എത്ര ആയിരിക്കും? ഓരോ പോയിന്റിലും ഈ ഫംഗ്ഷൻ വാല്യൂ എത്ര ആയിരിക്കും? ഓക്കെ, സപ്പോസ് ദിസ് ഈസ് C1, ദിസ് ഈസ് C2, ദിസ് ഈസ് C3 ആൻഡ് ദിസ് ഈസ് C4. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ എത്ര ആയിരിക്കും? f of k. f of k അല്ല, വെറും k. വെറും k ആയിട്ട് ഞാൻ എടുത്തേക്കാം. ആ കെയുടെ വാല്യൂ എന്താ? f of, yeah, f of, okay, this is f of, ഇതാണ് k. k എന്ന് പറയുന്നത് റിയൽ നമ്പർ ലൈസ് ബിറ്റ്വീൻ ദിസ് സുപ്രീമം ആൻഡ് ഇൻഫിമം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത്രയും പോയിന്റില് f of c1, f of c2, f of c3, f of c4, ഇവിടെ എല്ലാം ആക്ച്വലി ദിസ് k. There exists at least one point in between this a and b where this function attain its value at some values k at some point in between this k, a and b. Okay, that is the case. There exists some c. There exists a number. നമ്മൾ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവാം. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ച എക്സാമ്പിളിനകത്ത് 4 സികളുണ്ട്. 4 സി വേണമെന്നില്ല, 4 സി ഇല്ലാത്ത ഒറ്റ കേസുള്ള സിറ്റുവേഷനും വരാം. ഇങ്ങനത്തെ ഒരു ഫിഗർ നിങ്ങൾ വരച്ച് നോക്കിയാൽ അറിയാം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇതിനിടയ്ക്ക് ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. മാക്സിമത്തിന്റെ മിനിമത്തിന്റെ ഇടയ്ക്കുള്ള ഒരു കെ എടുത്താൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദിസ് ഈസ് അവർ സി. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത് അപ്ലൈ, ഈ ഒരു റിസൾട്ട് ഇതെല്ലാം കൊറോളറി ആയിട്ടൊക്കെ പറയുന്നെങ്കിലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ഇതിന് മാക്സിമം മിനിമം തിയറം ഉപയോഗിക്കുന്നത്. മാക്സിമം മിനിമം തിയറം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. മാക്സിമം മിനിമം തിയറം ആ ഫംഗ്ഷന്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ മാക്സിമം മിനിമവും അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവും ആ ഇന്റർവെല്ലിന്റെ ഡൊമൈനില്. ആ പോയിന്റിനെയാണ് നമ്മൾ സി അപ്പർ സ്റ്റാറും സി ലോവർ സ്റ്റാറും നമ്മളോട് ഉപയോഗിച്ചിരുന്നത് നൊട്ടേഷൻ. ഈ അല്ലായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ച് എസ് സ്റ്റാർ ആകും, അല്ല എക്സ് സ്റ്റാർ ആണ്. എക്സ് സ്റ്റാർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച നൊട്ടേഷൻ. ഞാൻ ഇവിടെ ഇപ്പൊ ഉപയോഗിച്ച നൊട്ടേഷൻ എന്ന് പറയുന്നത് സി അപ്പർ സ്റ്റാറും സി ലോവർ സ്റ്റാർ. ഇതാണ് മാക്സിമം മിനിമം തിയറത്തിൽ പറയുന്നത്. There exists two points c star, star, c lower star in I is that this function attains its maximum and minimum at this point. Okay, infimum of this interval. Okay, key conditions okay അറിയാം. Okay, so by the previous theorem, there exists some c such that f of c is equal to k.
അത്രയും സംഗതികൾ മാത്രമേ ഉള്ളൂ ആ തിയറം. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തിയറംസ് ഏതൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ചോണം. മാക്സിമം മിനിമം തിയറം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം മിനിമം തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര സംഗതികൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഓക്കെ, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതാണ് ബൈസെക്ഷൻ മെത്തേഡിൽ. അവിടെയൊക്കെ ഈ ആക്ച്വലി കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ, നിങ്ങൾ ചുമ്മാതെ കാൽക്കുലേറ്റ് ചെയ്യും, ബൈസെക്ട് ചെയ്ത് പോയിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതൊരിക്കലും ആ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒരിക്കലും കൺവേർജ് ചെയ്യില്ല, സീക്വൻസിലോട്ട് കൺവേർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഈ സിറ്റുവേഷൻ അവിടെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് തിയറം സീസ് ഇമേജ് ഓഫ്, ശ്രദ്ധിച്ചോണം, ഇത് ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ്. ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ continuous function is also closed and bounded. അപ്പൊ തിയറം എന്താണ് പറയുന്നത്? F is from I to R. This I is closed, bounded, പിന്നെ F continuous. Then F of I is the image of F. Okay, image of F എന്ന് പറയുന്നത് is closed and bounded interval. ഇതാണ് റിസൾട്ട് പറയുന്നത്. So this is clear. I is a closed and bounded interval. F is from I to R, be a continuous function on I. Then F of I is the image of this I. Okay, F of I is image of I. Image of I നമ്മൾക്ക് already define ചെയ്തിട്ടുണ്ട്. It is the collection of all F of X. This that X belongs to I. That will be a closed and bounded interval. That is a theorem. Okay, ഇത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ആണ്. Image of a closed and bounded interval will be closed and bounded interval. Okay, ഈ തിയറത്തിന്റെ പ്രൂഫ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പല തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ തിയറം മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലായിക്കോണം, ഒരു ഇന്റർവൽ ഉണ്ട്, അത് ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്. ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദാറ്റ് ഇന്റർവൽ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമേജും കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓക്കെ. ഇന്റർവെല് ആണ് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർവെലിന്റെ പ്രോപ്പർട്ടി എന്താ? ഒരു ഇന്റർവെലാണ് പ്രൂവ് ചെയ്യാം. ഐ എന്ന് പറയുന്നത് ഇന്റർവൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? നമ്മൾ എ ബിന് ഐ എടുക്കാം, എ ലെസ് ദാൻ ബി എടുക്കാം. ഓക്കെ, നിങ്ങള് സി എന്ന് പറയുന്ന പോയിന്റ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഈ സി എന്ന് പറയുന്നത് ഐയിലുണ്ടാകും. ക്ലിയർ ആണ്? ഇതാണ് നമ്മളൊരു ഇന്റർവൽ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ടേക്ക് എം ആസ് ദ ഇൻഫിമം ഓഫ് ദിസ് ഇമേജ് സെറ്റ്. ഇമേജ് സെറ്റ് നിങ്ങൾക്ക് അറിയാം, ഐയിലുള്ള പോയിന്റ്സിന്റെ എല്ലാം കൂടെ ഇമേജസിന്റെ കളക്ഷൻ ആണ്. അതാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് ഐ. എഫ് ഓഫ് ഐയുടെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോണം. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ എഫ് ഓഫ് എക്സ്. എക്സ് ബിലോങ്സ് ടു ഐ. Okay, take M is the infimum of f of I and capital M is the supremum of f of I. Okay. Now, maximum minimum theorem. എന്താ പറയുന്നത്? F has an absolute maximum and F has an absolute minimum. Clear അല്ലേ? Absolute maximum, absolute minimum ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് ചെയ്യുന്നത്? എന്താ? എല്ലാ പോയിന്റ്സിന്റെയും ഒക്കെ അബ്സൊല്യൂട്ട് മാക്സിമം അബ്സൊല്യൂട്ട് മിനിമം ഒക്കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇതാണ് അബ്സൊല്യൂട്ട് മാക്സിമം അബ്സൊല്യൂട്ട് മിനിമം. ഓക്കെ, ഫംഗ്ഷൻ വാല്യൂ
എപ്പോഴും മാക്സിമം ആയിട്ട് തന്നെ നിൽക്കുക. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിനും അതിന് നമ്മൾ സാധാരണ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് അപ്പർ സ്റ്റാർ ആണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ പോയിന്റ് നമ്മൾ ചെയ്തിരുന്നത്. എക്സ് ലോവർ സ്റ്റാർ ആണ് അബ്സല്യൂട്ട് മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നൊട്ടേഷൻ. ഓക്കെ, അപ്പം എന്താണ് ദിസ് സിറ്റുവേഷൻ, ദിസ് I is the close bounded interval, small m is the infimum of this f of I, and capital M is the supremum of f I. Maximum minimum theorem, f has absolute maximum and f has absolute minimum on I. Okay, so m is f of x is bounded by this small m and capital M, and this is true for all x belongs to I. The meaning in the f of x in the value lies between this infimum and supremum of this f of I, means that this f of I is a subset of this closed interval small m capital M. Okay, this shows that f is a bounded set. Okay, നമ്മൾ പറഞ്ഞ എന്താ, ഇമേജ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും, അത് ബൗണ്ടഡും ആയിരിക്കും, അതൊരു ഇന്റർവലും ആയിരിക്കും. അപ്പൊ അടുത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് ഐ ഈസ് ആൻ ഇന്റർവൽ. ഓക്കെ, അത് നമ്മൾ എന്താ ചെയ്യുക, let k be any element in this closed interval m capital M, എന്നുവെച്ചാൽ സ്മോൾ m ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിമം ആണ്, capital M ന്റെ വാല്യൂ സുപ്രീമം ആണ്. Okay, so by the above corollary there exists a point C in between I such that f of c is equal to k. f of c is equal to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the meaning എന്താ, k എന്ന് പറയുന്നത് image of this C, therefore k belongs to f of I. ഈ k ഇവിടുത്തെ എലമെന്റ് ആയിരുന്നു. k is a number lies between this small m and capital M. അല്ലേ, ആ ക്യാപിറ്റൽ എമ്മിലും സ്മോൾ എമ്മിലും ക്യാപിറ്റൽ എമ്മിലും ഉള്ള ഇന്റർവൽ ഉള്ള ഒരു എലമെന്റ് ആണ്, ഒരു നമ്പർ ആണ് k. ആ k ഇപ്പൊ എവിടുത്തെ എലമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി, f of I യുടെ. therefore f of I is an interval. ഓക്കെ, ഇന്റർവലിന്റെ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു. ഇന്റർവൽ ഉള്ള രണ്ട് പോയിന്റ് എടുക്കുക, ആ രണ്ട് പോയിന്റ് ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുക്കുക, അതിനിടയ്ക്കുള്ള ഒരു പോയിന്റ് ആ ഇന്റർവൽ തന്നെ ഉണ്ട് എങ്കിൽ അതിനെ ഒരു ഇന്റർവൽ ആയിട്ടാണ് നമ്മൾ പറയുക, ഇന്റർവൽ ആയിട്ട് ഇടുമ്പോൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, therefore f of I is equal to closed interval is small m capital M is a closed and bounded interval. Clear ആണോ? ക്ലിയർ ആയി സർ. ഓക്കെ, നമ്മള് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഈ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മളിപ്പോ കൺസിഡർ ചെയ്തിട്ടുള്ള എല്ലാം ഈ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളതെല്ലാം ഈ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള തിയറംസ് ആണ്, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, now we proved that I is an interval on this closed interval, f is a continuous function, then f of I is an interval. Okay, നമ്മൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങള്, ഇറ്റ് ഈസ് ദ f of I is equal to this closed interval small m and capital M. Okay, small m is the infimum of this f, capital M is the supremum. നമ്മൾ ഒരിക്കലും അതിനെ ഇങ്ങനെയല്ല പറഞ്ഞു, അതൊരിക്കലും ശരിയല്ല. ഓക്കെ, എഫ് ഓഫ് ഐ ഈസ് ദ ഇന്റർവൽ. അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ട്രൂ. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇതാ, y is equal to x, ഇത് a, ഇത് b. ഓക്കെ, f of a എത്ര? a. f of b, b. This is a and this is b. ക്ലിയർ ആണോ? അപ്പം ഇതാണ് നമ്മളുടെ ഇന്റർവൽ i. അങ്ങനെയാണെങ്കിൽ f of i എന്തായിരിക്കും? ക്ലോസ് ഇന്റർവൽ ab തന്നെയായിട്ട്. ക്ലോസ് ഇന്റർവൽ ab എന്ന് പറയുന്നത്
is same as f of a comma f of b. Identity function continuous function ആണ്, അതിനൊന്നും പ്രോബ്ലം ഇല്ല. അത് ഇവിടെ ട്രൂ ആണെന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ് ഈസ് നോട്ട്. f of I is the interval f of a comma f of b. ഇത് ഒരിക്കലും ജനറലി ഇത് ട്രൂ ആണ്. Okay, that is the case. So the okay, that is ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വായിക്കുന്നില്ല. അടുത്തത് നോട്ട് 2, continuous image of an open interval need not be an open interval, and continuous image of an unbounded closed interval need not be a closed. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള സംഗതിയാണ്. എന്താണ് മുമ്പേ പറഞ്ഞത്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ ഇസ് ക്ലോസ്ഡും ഇന്റർവലും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പക്ഷെ ഇപ്പൊ പറയാണ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് an ഓപ്പൺ ഇന്റർവൽ need not be an open interval. എന്റെ എക്സാമ്പിൾ ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. f of x is equal to 1 by x square. x belongs to R is a continuous function. എന്നിട്ട് നിങ്ങൾ I1 ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. f of I1 എത്ര കണ്ടുപിടിക്കുക. f of I1 നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കിട്ടുന്നതാണ്. ഇറ്റ് ഈസ് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ. ശ്രദ്ധിച്ചോ, I1 എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -1 ആണെങ്കിലും f of I1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്പൺ ഇന്റർവൽ, ഇറ്റ് ഈസ് സെമി ക്ലോസ്ഡ് ഓർ സെമി ഓപ്പൺ ഇന്റർവൽ ആണ്. എക്സാമ്പിൾ മനസ്സിലായോ? എങ്ങനെയാണ് ഇതിനകത്ത് 1 വന്നത് അറിയാമോ? ഈ 1 എങ്ങനെ വന്നേ? 1 ആരുടെ ഇമേജ് ആണ് അറിയാം? ക്ലോസ്ഡ് ഇന്റർവൽ ഞാൻ പറഞ്ഞേക്കുന്നത്. ഏതാണ് ക്ലോസ്ഡ് ഇന്റർവൽ? ദിസ് ഈസ് 1/2 comma 1 ക്ലോസ്ഡ് ഓപ്പൺ. എന്തുകൊണ്ടാണ് 1 ആരുടെ ഇമേജ് ആണ് പറയാം? സീറോയുടെ സീറോയുടെ ആണ് ഈ 1 എന്ന് പറയുന്നത്. കാരണം -1ന്റെയും 1ന്റെ ഇടയിൽ സീറോയും ഉണ്ട്. ഓക്കെ, f of 0 ആണ് ആക്ച്വലി നമ്മളുടെ 1 ആയിട്ട് വന്നേക്കുന്നത്. ക്ലിയർ? അപ്പോ അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഞാനത് ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഹിയർ f of 0 is equal to 1 and belongs to f of I1. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോണം, ഓപ്പൺ ഇന്റർവെലിന്റെ ഇമേജ് ഒരിക്കലും ഓപ്പൺ ആവണമെന്നൊന്നുമില്ല, ഈവൻ കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും. ഇതെന്തുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയത്? ന്യൂമറേറ്റർ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. ഡിനോമിനേറ്റർ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, x² + 1 കണ്ടിന്യൂസ് ആണ്. ഇനി ആ പോളിനോമിയൽ ഒരിക്കലും 0 ആവത്തില്ല. ഏത് പോളിനോമിയൽ? x² + 1. 0 ആണെങ്കിൽ എത്ര ആയിരിക്കണമായിരുന്നു? എക്സിന്റെ വാല്യൂ +or- i എന്ന് പറയുന്ന റിയൽ നമ്പർ അല്ല, അതുകൊണ്ട് ഒരിക്കലും ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് എന്താ, അതിന്റെ കോഷ്യന്റ് fx/gx, that will be a continuous function. Clear ആണോ? So f is a continuous function. Okay, open interval -1 1ന്റെ ഇമേജ് is not an open interval. Okay, അടുത്തത് എന്താ? ഒരു അൺബൗണ്ടഡ് കേസ് ആണ്. ഇതിന്റെ അൺബൗണ്ടഡ് കേസിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി. ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി നിങ്ങൾ ഈ ഫംഗ്ഷനിലൂടെ, ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഫംഗ്ഷൻ എത്രയാണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x is equal to 1 by x² + 1. x 0 ആകുമ്പോൾ വാല്യൂ is 1. ഓക്കെ, x ഇൻഫിനിറ്റി ആകുമ്പോൾ എത്രയായിരിക്കും വാല്യൂ? ഇൻഫിനിറ്റി ആവുമ്പോൾ, ലാർജ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഡിനോമിനേറ്റർ ബിക്കംസ് ലാർജർ ആൻഡ് ലാർജർ. So the function becomes smaller and smaller, close to 0. അതുകൊണ്ടാണ് ഇത് നമ്മള് ഓപ്പൺ ക്ലോസ്ഡ് 1 എന്നെഴുതുന്നത്. Okay, therefore this is not a closed interval. Okay, so നമ്മുടെ
image of unbounded closed interval need not be a closed interval. This is the example. ഈ എക്സാമ്പിൾ ഒക്കെ ഓർത്തിരിക്കണം. f of x is equal to 1 by x square plus 1. അതേസമയം ഇത് ക്ലോസ്ഡ് ഇന്റർവൽ -1 ആയിരുന്നെങ്കിലോ? f of I1 എന്തായിരിക്കും? Closed interval -1, 1. ആയിരിക്കും. അത് എളുപ്പമല്ലേ? f of x is equal to 1 by x square plus 1. x belongs to R. ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഞാൻ പറഞ്ഞത് I1 എന്ന് പറയുന്ന ഒരു പുതിയ ഇന്റർവൽ ഞാൻ കൊടുത്തു. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ -1, 1. അങ്ങനെയാണെങ്കിൽ f of I1 എത്രയാണെന്ന് അതിന്റെ ചോദ്യം. എത്രയായിരിക്കും? 1/2. ആ 1. ഈ 1 എങ്ങനെ വന്നു? നിങ്ങൾ ഇതിന്റെ എൻ പോയിന്റ്സ് മാത്രം നോക്കി ഇതിന്റെ ഇമേജ് കണ്ടുപിടിക്കാൻ പാടില്ല. ശരിയല്ലേ? 0 ഇല്ലേ ഇതിനിടയ്ക്ക്? ഓക്കെ, 0-യിലെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1. അതിന് മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് 0-യിലായിരിക്കും. അത് വേറെ രസം. ഓക്കെ, അപ്പൊ ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? ഇതാണ് ഇത് ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആയ? 1/2 വന്നത്. ഈ 1/2 ആരുടെ ഇമേജാ? f of 1 f of -1 ശരിയല്ലേ? അത് രണ്ടും ഈ ഇതിനകത്ത് ഡൊമൈനിലെ പോയിന്റ് ആണ്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ ഈ സിറ്റുവേഷനിൽ വന്നാൽ എന്താ പ്രശ്നം? -1 നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഡൊമൈൻ. അപ്പൊ അതിന്റെ ഇമേജ് അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് എന്തായത് ഓപ്പൺ ഇന്റർവൽ ആയത്. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായോ? മനസ്സിലായി സർ. ഒരിടത്ത് ഓപ്പൺ ഇന്റർവെലും മറ്റൊരിടത്ത് ക്ലോസ് ഇന്റർവെലും ഞാനിപ്പോ പറഞ്ഞത്. ഓപ്പൺ ആവാൻ കാരണം -1ഉം 1ഉം ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ അതിന്റെ ഇമേജ് അതിനകത്ത് ഉണ്ടാവില്ല ഡൊമൈനിൽ. ഡൊമൈനിലുള്ള പോയിന്റ്സ് ആണ് -1. ഡൊമൈൻ ഇല്ലാത്ത പോയിന്റ്സ് ആണ് ഓപ്പൺ ഇന്റർവെല്ലിൽ -1, 1. -1ഉം ഇല്ല 1ഉം ഇല്ല. ഓപ്പൺ ഇല്ലേ? അപ്പൊ അതിന്റെ ഇമേജ് അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല ഫംഗ്ഷൻ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ഈ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ ക്ലോസ് ഇന്റർവൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഇമേജ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 1/2, 1 ആയി. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ്. അപ്പോ നമ്മള് അതുകൊണ്ട് അവിടെ നിർത്തുകയാണ്. അപ്പൊ ഈ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരാവുന്ന സാധ്യത ഉള്ള ഒരു എക്സാമ്പിൾ ആയിട്ട്, കൗണ്ടർ എക്സാമ്പിൾ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങളോട് ചോദിക്കുക, കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ ഈസ് ക്ലോസ്ഡ്. എന്താ ഞാൻ പറഞ്ഞത്? കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. ട്രൂ ഓർ ഫോൾസ്? എന്തായിരിക്കും? എന്തായിരിക്കും? may not be closed ആയി. Question കേട്ടോ. Continuous image of a closed and bounded interval is closed. Continuous image of a closed and bounded interval is closed. അത് ട്രൂ ആ സർ? അത് ട്രൂ ആ. അതേസമയം ഞാൻ ഇപ്പൊ ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് may not be true. That is, continuous image of an open interval is open. Is an open interval. മനസ്സിലായോ? മനസ്സിലായി സർ. ആ സിറ്റുവേഷനിൽ നമ്മൾ എക്സാമ്പിൾ കൊടുക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത്. f of x is equal to 1 by x square plus 1.
I is open interval minus 1 mark. Clear? Okay, ഞാൻ അത് ഒബ്ജക്റ്റീവ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റിഫൈ ആൻസർ എന്ന് പറയാം. ഓക്കെ, അടുത്തത് പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം. ഓക്കെ, ഇത് നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെ വേറൊരു ഫോം ആണ്. ശ്രദ്ധിക്കുക. I be an interval, f is from I to R be a continuous function, then the set f of I is an interval എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് ഈസ് ക്ലോസ്ഡോ ഓപ്പണോ ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? I ഇന്റർവൽ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇന്റർവൽ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദ പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ എന്ന് പറഞ്ഞ ഇന്റർവൽ തിയറം. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? I is an interval, f is a continuous function from I to R, then the set f of I is an interval. Clear? വളരെ സിമ്പിൾ ആണ്. ആകെ ഇത്രയും പ്രൂഫ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ. ഒരു എഫ് ഓഫ് ഐ നിങ്ങൾ ഇന്റർവൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്തേണ്ട ടെക്നിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ത് ചെയ്യണം? ആദ്യം 2 പോയിന്റ് എടുക്കണം. എവിടുത്തെ? എഫ് ഓഫ് ഐയിലെ. ഓക്കെ, എന്നിട്ട് ആ 2 പോയിന്റിന്റെ ഇടയ്ക്കുള്ള ഒരു അസ്യൂം ചെയ്യുക ആൽഫ ഈസ് ലെസ് ദാൻ ബീറ്റ. 2 പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് 3 പോസിബിലിറ്റി ആണ്. ലോ ഓഫ് ട്രൈക്കോട്ടമി പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ആൽഫ ലെസ് ദാൻ ബീറ്റ, അല്ലെങ്കിൽ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ, അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ. റൈറ്റ്? അപ്പൊ ഞാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ആൽഫയുടെ ബീറ്റയുടെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. That is an image of some point in this interval I. Okay, anyway, so there exist points A and B in such that attain here. F of A is equal to alpha, f of B is equal to beta. So by Bolzano intermediate value theorem, there exists some k in between this alpha and beta. Corresponding to that, there exists some point C in I such that this f of C is equal to k. F of C is equal to k means that k belongs to the image. ഈ k എവിടുത്തെ എലമെന്റ് ആണ്? k എവിടുത്തെ എലമെന്റ് എന്നുള്ളതല്ല, k is lies between alpha and beta. This k ഈ ഇതെന്ന് പറയുന്നതായിരുന്നു ആൽഫയും ബീറ്റയും എവിടുത്തെ എലമെന്റ്സ് ആയിരുന്നു? എഫ് ഓഫ് ഐ അല്ലേ? ഇപ്പൊ നമുക്ക് കിട്ടി ദിസ് കെ ഇസ് ഓൾസോ ബിലോങ്സ് ടു എഫ് ഓഫ് ഐ. Therefore alpha beta is a subset of f of I, or f of I is an interval. Okay, ഒരു സെറ്റ് ഇന്റർവൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഞാനിപ്പോ പറയുന്നത്. എങ്ങനെയാണ് സെറ്റ് ഇന്റർവൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? ആ സെറ്റിലെ 2 പോയിന്റ് എടുക്കാം. അതിനെ ആൽഫയും ബീറ്റ എന്ന് വിളിച്ചു. ആ ആൽഫയുടെ ബീറ്റയുടെ ഇടയ്ക്കുള്ള ഒരു നമ്പർ ആ സെറ്റിൽ ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഏത് ആൽഫയും ബീറ്റ എടുത്താൽ പ്രൂവ് ആണെങ്കിൽ that will be an interval. That set will be an interval. Okay, therefore f of I is an interval. മനസ്സിലായോ പ്രിസർവേഷൻ ഓഫ് ഇന്റർവൽ തിയറം? മനസ്സിലായി സർ. ഓക്കെ, ഇതൊക്കെ എഴുതി പഠിക്കണം. ഇതിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഇത് സംഗതി അത്ര എന്താ പറയാ, ഇപ്പൊ കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിയാലും പക്ഷെ എഴുതാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അത് എഴുതി തന്നെ പഠിക്കാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത സെക്ഷൻ യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു കണ്ടിന്യൂറ്റി? f is from I to R. Okay, C belongs to I. F is said to be continuous at C if for every epsilon greater than 0 there exists a delta greater than 0 such that mod f of x minus this f of c is less than epsilon whenever whenever mod x minus
is less than that. So 1 minute. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ദിസ് ഡെൽറ്റ നമ്മൾ ആദ്യം എപ്സിലോൺ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഡെൽറ്റ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് എപ്സിലോൺ ആൻഡ് ദിസ് സി. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കണ്ടിന്യൂറ്റി ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ്റെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഡെൽറ്റ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് മാറുന്നതനുസരിച്ച് ഈ ഡെൽറ്റയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതേസമയം യൂണിഫോം കണ്ടിന്യൂറ്റി സെയിം തന്നെയാണ്. എന്റെ ഡെഫിനിഷൻ നോക്കുക. ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 depends only on എവിടെയാണ്? only on epsilon, not on the point C. Okay, such that if xu belongs to A, ഇവിടെ ഞാൻ ഡൊമൈൻ പറയുന്നത് A ആണ്, അതുകൊണ്ടാണ്. Okay, satisfying this condition, distance between these two points is less than delta ആണെങ്കിൽ f of x and image in the distance എന്ന് പറയുന്നത് that should be less than epsilon. നമ്മൾ തൊട്ട് മോളിൽ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം, പോയിന്റ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നില്ല. മറ്റേടത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ആ കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ ജനറലൈസ് ചെയ്തിട്ടു കണ്ടിന്യൂസ് ഓൺ എ സെറ്റ്. ഓൺ എ സെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദാറ്റ് സെറ്റ്, അങ്ങനെയാണെങ്കിലാണ് അതിനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ദാറ്റ് സെറ്റ്. യൂണിഫോം കണ്ടിന്യൂറ്റി does not define at a point, it is defined on the whole set. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എപ്സിലോണിന്റെ വാല്യൂനെ മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഈ ഡെൽറ്റ. ഓക്കെ, അല്ലാതെ പോയിന്റ് നേരത്തെ പറഞ്ഞ മോളി പറഞ്ഞ പോലെ സി എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് പോയിന്റ് ആണെങ്കിലും epsilon delta depends only on this epsilon. Satisfying this condition, mod fx minus f of u is less than epsilon. Okay, whenever this mod x minus u is less than delta, this is called uniform continuity of a function f defined on a. Okay, ഇതിന്റെ വളരെ ട്രിവിയൽ ഇംപ്ലിക്കേഷൻ ആണ്. f is uniformly continuous on a ആണെങ്കിൽ f is continuous on a ആയിരിക്കും. Converse need not be true. That means every continuous function need not be uniformly continuous on that set. One side okay ആണ്. Uniform continuity implies ordinary continuity, but the converse need not be true. Okay, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരിക. ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ f of x is equal to 2x is uniformly continuous on set of all reals. Okay, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഓക്കെ അല്ലേ? Okay, sir. Thank you, sir.